Welcome back to Hadiyat Ramadan, sponsored by Bon Voyage Travel Bag. വിനയ ലഭിക്കുക ബോൺ വോയേജിന് അടിപൊളി ട്രാവൽ ബാഗ് ആണ്. അപ്പൊ ഞങ്ങൾ പറയുകയായിരുന്നു ബദർ ഇന്ന് 17-ാം രാവാണെന്ന്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ, അതായത് ഹിജ്റ 2-ാം വർഷം നോമ്പ് തുടങ്ങിയിട്ട് 8 ദിവസത്തിന് ശേഷമാണ് മദീനത്ത് നിന്ന് പുറപ്പെട്ടത്. അത് അബൂ സുഫിയാൻ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടപ്പോൾ കൂടെ ഓൾമോസ്റ്റ് 313 to 319 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ മുഹാജിറുകൾ ഓൾമോസ്റ്റ് 80 to 100 ആയിരുന്നു, ബാക്കിയെല്ലാം അൻസാരികളായിരുന്നു. പിന്നെ അതിനുശേഷം ഇത് ആക്ച്വലി പുറപ്പെട്ടത് എന്തിനാന്ന് വെച്ചാൽ അബൂ സുഫിയാൻ ഈ മുഹാജിറുകളുടെ സാധനങ്ങൾ എല്ലാ സമ്പാദ്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ ക്യാരവനിൽ പോകുമ്പം ഈ ക്യാരവൻ തട്ടിയെടുക്കാനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. മുസ്ലിങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു, ബട്ട് അള്ളാഹുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ ബദർ യുദ്ധം ജയിച്ചത് മുസ്ലിങ്ങള്. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നമ്മളിപ്പോ ഗാസിലെ സംഭവം, അതായത് കുട്ടികൾ, കുറെ കുട്ടികളും ഇന്നസെന്റ് ന്യൂസ് പേപ്പർ എടുത്താലും ഫ്രണ്ട് പേജില് ന്യൂസ് പേപ്പർ കൂടാതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും നിറച്ച് ഗാസിലെ ഫോട്ടോസും കൂടി ഇങ്ങനെ നിറയാണ്. ഈ ഫോട്ടോസ് പെടുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ ദുആയാണ്. ആരുടെ ദുആ എപ്പോഴാ ഇത്രയും പറയാൻ പറ്റും, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. അപ്പൊ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം ഈ ഗാസിലെ കുട്ടികൾക്കും ആൾക്കാർക്കും ആയിട്ട് ദുആ ചെയ്യുക. യെസ്, അവരും നമ്മളെ പോലെ തന്നെ നോമ്പ് പിടിക്കുന്നു അവിടെ. പക്ഷെ അവരെ അവസ്ഥ എല്ലാവരും കാണുന്നുണ്ട്, ഹൗ പെത്തറ്റിക് ആണ്. അള്ളാഹു അവർ രക്ഷിക്കട്ടെ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. അപ്പോൾ ഞങ്ങളുടെ SMS ക്വസ്റ്റ്യൻ ഞങ്ങൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ധിക്കാരിയായി ഫിറഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണെന്നാണ്. ഞാൻ ക്ലൂ തന്നിരുന്നു, മീൻ വിഴുങ്ങിയത്. സൂറത്തിന്റെ പേര് ഒരു നബിയുടെ പേരാണ്. ഈ നബീനെയായിരുന്നു മീൻ വിഴുങ്ങിയത്. നാളെ 8 PM വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അയക്കേണ്ട നമ്പർ 3939. അയക്കേണ്ട ഫോർമാറ്റ് ഹദിയത് റമദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് ആൻസർ. ജാൻസൺസ് മെഡിക്കൽ സെന്ററിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. We have a call. Assalamu alaikum. Hello. ഇല്ല. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇത് ബദർ യുദ്ധത്തിന്റെ രാവാണ്, 17 രാവാണ്. പറ്റുവാണെങ്കിൽ നിങ്ങൾ യാസീൻ ഓതുക ബദരീങ്ങൾക്കായിട്ട്. ഇന്നത്തെ രാവാണത്. യെസ്, കറക്റ്റ്. 16th നോമ്പും ഇന്നത്തെ രാത്രി 17 രാവാണ്. പിന്നെ ആരും മറക്കണ്ട, പാപമോചനത്തിന്റെ ദിനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹദിയത് റമദാൻ. ആരാണ്? ഞാൻ ഹസീന. ഹസീന, എത്ര നേരം ഹസീന ഞങ്ങൾ കാത്തിരിക്കണു. ആ പുഞ്ചിരിക്കേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഇവിടെ. ഹസീന ഇപ്പോഴാണോ വിളിക്കണേ? കൊറേ നേരം ട്രൈ ചെയ്ത് തളർന്നിരിക്കും അല്ലെ ആകെ. ഇന്ന് ഹസീന ഒരു സാധാ ക്വസ്റ്റ്യൻ, ഇന്ന് ബദർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ നോമ്പായിട്ട് നിങ്ങൾ എന്താ സ്പെഷ്യൽ ആയിട്ട് കഴിച്ചു? ഞങ്ങൾക്ക് നോമ്പ് തുറ ഉണ്ടായിരുന്നു. നോമ്പ് തുറയ്ക്ക് വിടുമ്പോ പറയാലോ കൊറേ നോമ്പ് തുറന്ന് പറയുമ്പോ ഡോറങ്ങ് തുറന്നാ മതി, ഫുൾ സാധനങ്ങളാണ് അവിടെ. ഏതാ കഴിക്കാന്ന് ഇത്താക്ക് ഡൗട്ട്. ഞങ്ങൾക്ക് ഒരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ വിളിച്ചിരിക്കായിരുന്നു. അതെ, ഇത്താക്ക് എന്തായിരുന്നു സ്പെഷ്യൽ അവിടെ? മറ്റേ നെയ്പത്തിരി കഴിക്കുമ്പോ അല്ലാതെ ദാഹിക്കില്ലേ വെള്ളത്തിന്? പാവം, ഒരുപാട് ദാഹിച്ചാണ് അല്ലേ നെയ്പത്തിരി കഴിച്ചപ്പോ? ഇത്ര പറയാ, നെയ്പത്തിരി കഴിച്ചപ്പോ ഭയങ്കരമായിട്ട് എണ്ണി പൊരിച്ചതല്ലേ ഈ പത്തിരി? ഇത്ത പരിചയം കൊണ്ട് പറഞ്ഞതാ. ഇത്ത ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ആദ്യ ജനതയ്ക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ എന്തായിരുന്നു? എളുപ്പമാണ്. ആദ്യ ജനതയ്ക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ എന്തായിരുന്നു? സമുദായമില്ലേ ആദ്? ഇത്ത മുമ്പ് ഓപ്ഷൻസിന് ഫേമസ് ആയി കൊടുത്തോണ്ടിരുന്ന ആദ്. ഓപ്ഷൻസ് സൂറ ദരിയാത്തിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഓപ്ഷൻസ് ഓക്കെ, ഇത് കൊടുക്കാം. ഭൂമികുലുക്കമാണോ, വെള്ളപ്പൊക്കമാണോ, കൊടുങ്കാറ്റാണോ? നല്ല ഓപ്ഷൻ. ഭൂമികുലുക്കം. തെറ്റിപ്പോയല്ലോ ഹസീനാത്ത. അല്ല, ഇനി ആദ്യം വിളിക്കാൻ പറ്റുമോ? വിളിച്ചോ. അല്ല, ഇനിയിപ്പൊ ഇതില് വിളിച്ചാ കിട്ടിയാല് എടുക്കോ ഫോണ്? തീർച്ചയായിട്ടും എടുക്കും. അതെവിടെ പോകുന്നു? ലൈൻ ഓപ്പൺ ആക്കി ഇവിടെ കാത്തിരിക്കാ സംസാരിക്കാൻ.
ശരി ശരി. വീട്ടിലെല്ലാവരും ഞങ്ങള് സലാം പറയൂ കേട്ടോ. ഹസീനത്തെ വീണ്ടും ട്രൈ ചെയ്ത് വിളിക്കുമെന്ന് ഞങ്ങള് കരുതുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു. ആദ്യ ജനതയ്ക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ ഇത്തരം ഓപ്ഷൻസ് ആയിരുന്നു അല്ലേ? ഭൂമികുലുക്കമാണോ വെള്ളപ്പൊക്കമാണോ കൊടുങ്കാറ്റാണെന്നാണ് ഈ ഓപ്ഷൻസ് കൊടുത്തത്. ഏതാണെന്നാണ് ഇപ്പൊ ഒരെണ്ണം ഔട്ടായി കാണും എന്നാണ് കറക്റ്റ് ആൻസർ ആലോചിച്ചത്. അറിയാവുന്നവർ വേഗം വിളിക്കുക. വിളിക്കുന്ന നമ്പർ 052961133 ആണ്. ഇപ്പോൾ ഹസീനത്തിനെ പോലെ വിഷമിക്കേണ്ട. ഞങ്ങൾ SMS കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ അറിവ് കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്താൻ പ്രൈസ് കിട്ടുന്നതാണ് ഈ ഡോക്ടർ പറഞ്ഞു തന്നെ അറിവ് കിട്ടാൻ വേണ്ടിട്ട് വേറെ ആൾക്കാരും നിങ്ങൾ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വെൽക്കം ടു ഹദിയത് റമദാൻ. ആരാണ്? പോയി ആരാ? ഫൈസൽ. ഫൈസൽ. എന്താ ഫൈസൽ ചെയ്യുന്നേ? ഫൈസൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ. ഇവിടെ തന്നെ അബുദാബി. തൃശ്ശൂരാണോ? അല്ല മലപ്പുറം. മലപ്പുറാണല്ലേ? ഓക്കെ. ഫൈസൽക്ക ഗാസയിലുള്ള ആൾക്കാർക്കായിട്ട് ദുആ ചെയ്തിരുന്നോ? ഓ ദുആ ചെയ്തിരുന്നു. നിങ്ങള് ഫ്രണ്ട്സ് ഒക്കെ കൂടി ജുമുഅക്ക് നിസ്കരിക്കുമ്പോ പ്രാർത്ഥിക്കട്ടോ. ഓ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രത്യേകത അറിയാവോ? ഞങ്ങള് സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ബദർ യുദ്ധം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാധാ ഇസ്ലാമിക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ആരാ ഫ്രണ്ട്സ് അടുത്തുള്ള സഹായിക്കാൻ? ഭാര്യന്റെ അടുത്ത്. പേര്? ഒന്നുമില്ല. അല്ല പേരെന്താ വൈഫിന്റെ? ജസീന. 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 ഞങ്ങക്ക് നേരത്തെ വിളിച്ചത് ഹസീന, ഇപ്പൊ ജസീന. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. നേരത്തെ ചോദിച്ച പ്രീവിയസ് കോളർ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാട്ടോ റിപ്പീറ്റ് ചെയ്യണേ. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിച്ചോ. ആദ്യ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ശിക്ഷ എന്താണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഭൂമി കുലുക്കം, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം. കൊടുങ്കാറ്റ്. ഇതെങ്ങനെ പറഞ്ഞു? ജസീന പറഞ്ഞു തന്നെയാണോ? അല്ല ഒരാഴ്ച അപ്പൊ നേരത്തെ കോള് കേട്ടല്ലേ? ഇനിയപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബദർ യുദ്ധം ക്വസ്റ്റ്യൻ ആട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ. അതായത് മുസ്ലിങ്ങളും ഖുറൈശികളും തമ്മിലുള്ള യുദ്ധമായിരുന്നല്ലോ ബദർ യുദ്ധം. ഈ മുസ്ലിങ്ങളുടെ സൈഡില് എത്ര ആൾക്കാരുണ്ടായിരുന്നു ആർമി ആയിട്ട്? 313 പേര്. വിളിച്ചതെന്ന് ആണെന്നല്ലേ? ശരി ശരി. അപ്പൊ ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഇതും ബദർ യുദ്ധം ക്വസ്റ്റ്യൻ ആണ്. എത്ര മക്കാരെയാണ് മുസ്ലിങ്ങൾ ക്യാപ്ചർ ചെയ്തത് ബദർ യുദ്ധത്തിൽ? എത്ര മക്കാരെയാണ് മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ ക്യാപ്ചർ ചെയ്തത്? അതായത് എത്ര മക്കയിലെ ഖുറൈശികളാണ് മുസ്ലിങ്ങള് ക്യാപ്ചർ ചെയ്തത്? അതായത് പിടിച്ചത്. ഓപ്ഷൻസ് 70, 80, 60. 60, 70, 80. ഓപ്ഷൻസ് കേക്കൂ. അല്ലല്ല 70 അല്ല 60, 70, 80. 50, 70, 80. 50 അല്ല 60, 70, 17. അത് മലയാളം പറഞ്ഞ ഇംഗ്ലീഷ്. ഞാൻ മലയാളം പറയാം. ഡിജിറ്റ്സ് പറഞ്ഞോ? ഓക്കെ 6-0 ആണോ 7-0 ആണോ 8-0 ആണോ? 7-0 ആണെന്നോ? 7-0. എന്തൊക്കെ പറഞ്ഞു? 17 പറയണ എന്തൊക്കെ നമ്പറാ ഞാൻ തന്നത്? മൂന്നെണ്ണം ശരിയാക്കി കഴിഞ്ഞിട്ട് സഹായിച്ച് വിഷമിച്ച് ഞാൻ അറിഞ്ഞില്ല 3 പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻ. ലാസ്റ്റ് വരെ കണ്ടിരിക്കട്ടോ. അത് 3 പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വീണ്ടും വിളിക്കാം. ജസീനത്തോടെ സലാം പറയാം. ഓക്കെ അസ്സലാമലൈക്കും. നമ്മളിപ്പോ വിളിച്ചത് ഫൈസൽക്കായിരുന്നു അബുദാബിയിൽ നിന്ന്. അങ്ങനെ ഫൈസൽക്കായി 3 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ നൽകി. കുറച്ച് യുദ്ധത്തോടെയാണ് നമ്മൾ പറയിപ്പിച്ചത്. അതെ പക്ഷെ ആള് ലൗഡ് എന്തോ വോയിസ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു കോൾ ഉണ്ട്. ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ടു ഹദിയത് റമദാൻ. വോളിയം കൂട്ടൂ. സ്പീക്കറിലല്ലേ? ചെവി ഹെഡ്സെറ്റ് വെക്കൂ കേട്ടോ. ആരേത്? ഇത് പേടിപ്പിച്ച ആള് വെച്ചിട്ട് പോയി. സാരല്ല
ഇത്ര പാവട്ടോ ഇങ്ങനെ കാണുന്നവരല്ല. അപ്പൊ നിങ്ങളെ കാണാൻ ഞങ്ങളുടെ എപ്പിസോഡ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ കാണേണ്ട. യെസ്, യൂട്യൂബ് ലിങ്ക് ഉണ്ട്. ഞങ്ങളുടെ MyNTV UA എന്ന ചാനലിൽ പോവാണെങ്കിൽ ഞങ്ങളുടെ എപ്പിസോഡ്സ് അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ റിപ്പീറ്റ് ടെലികാസ്റ്റ് ഉണ്ട് ഡെയിലി. മോർണിംഗ് 7 to 8 ഈവനിങ് 5 to 6. മോർണിംഗ് ജോലിക്ക് പോണ സമയത്ത് നിങ്ങൾക്ക് വെച്ച് കാണാം. അല്ലെങ്കിൽ വൈകിട്ട് നോമ്പ് തുറക്കാറാകുമ്പോൾ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോഴും അപ്പോഴും വെച്ച് കാണാം. ഞങ്ങളുടെ SMS ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ധിക്കാരിയായ ഫിറഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണെന്നാണ്. എങ്ങനെയാ ഉത്തരവിക്കാം? SMS വഴിയാണ് അയക്കേണ്ടത്. 3939ലേക്കാണ് SMS അയക്കേണ്ടത്. അയക്കേണ്ട ഫോർമാറ്റ് ആദ്യം റംലാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ. നാളെ 8 PM വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. വിന്നറിന് കിട്ടുക ജാൻസൺസ് മെഡിക്കൽ സെന്ററിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. നമ്മൾ ഇന്ന് വിളിച്ച വിന്നറിന് കിട്ടുക ബോൺ വോയേജിന്റെ അടിപൊളി ട്രാവൽ ചെയ്യാനുള്ള ബാഗ് ആണ്. കോൾ എന്നിട്ട് പേടിപ്പിക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വെൽക്കം ടു ആദിയത് റംദാൻ. താങ്ക് യു. ആരാണത്? അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ. എവിടുന്നാ? അബുദാബി. അബുദാബി. എങ്ങനെയാ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്നാണ് വിളിക്കുന്നത്? അതെ, ഫ്രണ്ട്സ്. അബ്ദുൽ ഖാദർക്ക് നാട്ടിലെവിടെയാണ്? ഞാൻ കാസർഗോഡാ. കാസർഗോഡ്. ഫ്രണ്ട്സ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇതില്? ഇല്ല ഇല്ല. എന്താണ് അവരുടെ പേര്? ആരെ? ആ ഫ്രണ്ട്സിന്റെ പേര്? ഫ്രണ്ട്സിന്റെ ഒന്ന് ബഷീർ PUC, ആഹാ, ഉമ്മർ മഹമൂദ്, ആഹാ, നിസാം തായത്ത്, ആ. ആൻഡ് അസ്കർ. എല്ലാരും കാസർഗോഡേരാണോ? അല്ലല്ല, ഒരുത്തൻ മലപ്പുറം. ആണല്ലേ? എല്ലാരും ഫുൾ പേര് അടക്കം അറിയാലേ? എങ്ങനെ? എല്ലാരും ഫുൾ പേര് വരെ അറിയാലേ? ആ, അതറിയാം. എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ആ, ഒക്കെ ഫ്രണ്ട്സാ. ഓക്കെ. പിന്നെ ഷഫ്രിക്ക അപ്പൊ നിങ്ങൾ സഹായിക്കാനായിട്ട് റെഡിയാണോ ഫ്രണ്ട്സ് ഒക്കെ? ആ, റെഡിയാണ്. അബ്ദുൽ ഖാദർക്ക് ഇന്നത്തെ പ്രോഗ്രാമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞങ്ങള് രണ്ടാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റിന് ബദർയുദ്ധം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾ സാധാ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഓക്കെ. നിങ്ങൾ എന്തോ പരിപാടി ഭയങ്കര താങ്ക് യു സോ മച്ച്. ജസാക്കല്ലാഹ് ഖൈർ. ആ, എനിക്ക് ട്രൈ ചെയ്യാം. ഇനിയും കിട്ടും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, പോവാ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇസ്ഹാഖ് നബിയുടെ ഉമ്മാടെ പേരെന്താണ്? ആരെ? ഇസ്ഹാഖ് നബിയുടെ. നബിയുടെ മോൻ ഇസ്ഹാഖ്. ഓപ്ഷൻ ആണോ? ഇസ്ഹാഖ് നബിയുടെ ഉമ്മാടെ പേരെന്നാ? പിന്നെന്താ ഓപ്ഷൻ തരാലോ? ഇബ്രാഹിം നബിയുടെ മോനാ. അതിന്റെ ക്ലൂ അല്ല. ഓക്കെ, ഇസ്ഹാഖ് നബിയുടെ ഉമ്മാടെ പേര്. ഓപ്ഷൻസ്: ഹാജറ ബീവി ആണോ, സാറ ബീവി ആണോ, റുക്കയ്യ ബീവി ആണോ? എന്താ? ഇനി ഒന്ന് ഒഴിവാക്കണോ? ഒന്ന് ഒഴിവാക്കാനോ? ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഒരെണ്ണം ഒഴിവാക്കി. ശരി, ലാസ്റ്റ് ഒഴിവാക്കി. ലാസ്റ്റ് ഒഴിവാക്കി. അത് ഒരു ടഫ് ഓപ്ഷൻ. ഹാജറ ബീവി ആണോ, സാറ ബീവി ആണോ? സാറ ബീവി. ശരിയാണ്. വെൽക്കം. ഇത്ര കൺഫ്യൂഷൻ എന്താ? സാറ ബീവി അല്ലേ ആൻസർ? വലിയ ഓക്കെ, അപ്പൊ ഇനി ബദർയുദ്ധം ക്വസ്റ്റ്യൻ ആട്ടോ. ടഫാന്നോ ബദർയുദ്ധം ക്വസ്റ്റ്യന്? അപ്പൊ ഫോൺ വെച്ചിട്ട് പോവാനോ? എന്തോ ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കണേ. ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. ഞാൻ ഇന്ന് പറഞ്ഞ ബദർയുദ്ധത്തിന്റെ ഇൻട്രോവേർട്ടിങ് ഉറപ്പായിട്ടും പറയും. ഓക്കെ, എന്നാണ് ഏത് ഹിജ്റ വർഷമാണ് ബദർ യുദ്ധം നടന്നത്? ഓപ്ഷൻ ചോദിക്കണ. ഞാൻ ഇന്നത്തെ എപ്പിസോഡില് ഒരു 10 മിനിറ്റ് മുമ്പ് പറഞ്ഞു ശ്രദ്ധിക്കുന്നില്ല. ആള് ഫോൺ ശ്രദ്ധിക്കുന്നില്ല. ചോദ്യം കേട്ടോ? ചോദ്യം എന്നാണ് ബദർ യുദ്ധം നടന്നത്? ഏത് ഹിജ്റ വർഷമാണ് ബദർ യുദ്ധം നടന്നത്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് വേണോന്നാണ് പറയണേ. ഓപ്ഷൻസ് ഓക്കെ, 2, 3, 4. ഏത് ഹിജ്റ വർഷ? രണ്ടാം വർഷം കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. എന്തായിരുന്നു കൺഫ്യൂഷൻ? പ്രോഗ്രാം തുടക്കം കേട്ടില്ല അല്ലേ? ഇല്ല, ആൾ സത്യസന്ധനാണ്. ഓക്കെ, അപ്പൊ ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഒരു ബന്ധു ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. ആരാണ് ഈ ബന്ധു? എളുപ്പമുള്ള ക്വസ്റ്റ്യനാ.
ഓപ്ഷൻ ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ആള് ബദറുദ്ദീനിൽ നിന്ന് മാറി നിന്നു. നബിയുടെ ശത്രു ആയിരുന്നു ഈ ബന്ധു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ബന്ധു ശത്രുവായിരുന്നു. ഈ ശത്രുവാണ് മാറി നിന്നത്. ഞങ്ങള് ഒരു എപ്പിസോഡ് മൊത്തം ഇയാളുടെ കഥ പറഞ്ഞിരുന്നു, കഥയൊക്കെ പറഞ്ഞിരുന്നു. ഇയാളുടെ മുഖം എന്നാലും ഓപ്ഷൻ വേണോ അല്ലെ? ക്ലൂ മതിയോ? ക്ലൂ മതിയോ? ക്ലൂ മതിയോ? ശരിയാവും. ക്ലൂ തന്നാ ശരിയാവും. സൂറത്തുൽ മസദില് ഇയാളെ പറ്റി പറയുന്നു. അയാളുടെ വേറൊരു പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. എന്തോരം ക്ലൂ നമ്മൾ കൊടുത്തു. അയാളുടെ പേര് കൊടുത്തു. ഈ സൂറത്തിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൂറത്തുൽ മസദിൽ അയാളുടെ പേര് വരുന്നു. ഞാൻ പറഞ്ഞ അയാളുടെ വേറൊരു പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. പിന്നെ അയാളുടെ പേര് ഖുർആനിൽ സൂറത്തിൽ വരുന്നുണ്ട്. സൂറത്തുൽ മസദില് ആ കുഞ്ഞു ഇനി ഓപ്ഷൻ ഇല്ല. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങളെ ഫയർ ചെയ്യുമ്പോൾ സഹായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് സൂറത്തുൽ മസദില് വരുമെന്ന് പറയുന്ന ഏറ്റവും വലിയ ക്ലൂ ഞാൻ സൂറത്തുൽ മസദ് നമുക്കൊക്കെ ബൈഹാർട്ട് അറിയാവുന്നല്ലേ, ചെറിയ സൂറത്ത്. വേഗം പറഞ്ഞു സമയം പോകുന്നു. ഫ്രണ്ട്സ് ഒക്കെ കൈയൊഴിഞ്ഞാ? സൂറത്തുൽ മസദ് അറിയാത്ത ആൾക്കാരില്ല. സത്യം, മുസ്ലിങ്ങളില്ല സൂറത്തുൽ മസദ് അറിയാത്തത്. എന്ത് ആര് ക്ലിയർ ആവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ ആളുടെ വേറൊരു പേര് അബ്ദുൽ ഉസ്സ എന്നുള്ളതാണ്. അത് പോട്ടെ, അത് കുറച്ച് ടഫായ ക്ലൂ. ഈസി ക്ലൂ തന്നത് ആളെ കുറിച്ചാണ് പറയുന്നത്. ഈസി ആയ ക്ലൂ സൂറത്തുൽ മസദിൽ. സമയം കുറെ എടുക്കുന്നു അബ്ദുൽ ഖാദിർക്ക. റബ്ബി, ഇത് അറിഞ്ഞൂടെങ്കിൽ ഇത് ആൻസർ കേൾക്കുമ്പോ അബ്ദുൽ ഖാദിർക്ക തലങ്കുത്തി നിൽക്കും. അതന്നെ. ഇനി ഓപ്ഷൻ ഇല്ല. ഞങ്ങളെ പ്രൊഡ്യൂസർ ഓടിക്കി വിടുന്നു. സഹായിച്ചു. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ശത്രു അല്ലായിരുന്നു. ഇത് ശത്രു എടുത്ത് പറഞ്ഞില്ലേ? അടുത്ത പ്രാവശ്യം വിളിച്ച് കറക്റ്റ് ആയി പറയണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ആകെ ഒരു ഞങ്ങളെ വട്ടം കറക്കി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, ഞങ്ങള് ജന്മിൽ കയറ്റിയ ഒരാളാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഒരു ബന്ധു ഈ ബദർ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. ആരാണ് ഈ ബന്ധു? ഞങ്ങളൊരു എപ്പിസോഡില് അയാളുടെ കഥ ഫുൾ ഞങ്ങൾ പറഞ്ഞതായിരുന്നു. പേര് വരുമെന്ന് പറഞ്ഞു, വേറൊരു പേര് അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞു. എന്നിട്ടും ആള് പറഞ്ഞില്ല. എന്നാണ് എനിക്കറിയില്ല. ആള് കേൾക്കാത്ത പ്രശ്നമാണോന്ന് അറിയില്ല. അപ്പൊ എനിക്ക് വിഷമിക്കാതെ വേണ്ടി SMS കോൺടെസ്റ്റിൽ പങ്കെടുക്കാം. ചോദ്യം ഇതായിരുന്നു: ധിക്കാരിയായ ഫിർഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണെന്നാണ്. സൂറത്തിന്റെ പേര് ഒരു നബിയുടെ പേരാണ്. യെസ്. അപ്പൊ നാളെ 8 PM വരെ ടൈം ഉണ്ട്. നിങ്ങൾ അയക്കുക 3939 നമ്പറിലേക്ക്. ഫോർമാറ്റ് റംദാൻ സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ. വിന്നർ ലഭിക്കുക ജാൻസൺ മെഡിക്കൽ സെന്റർ ദുബായ് നൽകുന്ന എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ്. കോളേഴ്സിന് കിട്ടുക ബോൺ വോയിസിന്റെ ഒരു അടിപൊളി ട്രാവൽ ബാഗ് ആണ്. ആരും മറക്കരുത്, ഇന്ന് 17 രാവാണ്. യെസ്, വിളിക്കുന്ന നമ്പർ 052961133. കൂടാതെ സ്കൈപ്പ് ID ഉണ്ട് NTV UAE. അതിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. റിപ്പീറ്റ് ടെലികാസ്റ്റും ഉണ്ട്. യെസ്, മോർണിംഗ് 7 to 8 ഈവനിങ് 5 to 6 ആണ്. അതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞങ്ങൾ യൂട്യൂബിൽ പോവാം. യെസ്, ഞങ്ങൾ യൂട്യൂബ് ചാനലായ മൈ NTV UAE പോയാൽ ഞങ്ങളുടെ എല്ലാ എപ്പിസോഡ്സും അപ്ലോഡ് ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ് മിസ്സായ എപ്പിസോഡ്സ് എല്ലാതും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹദിയത് റംദാൻ, സ്പോൺസേർഡ് ബൈ ബോൺ വോയിസ്. കോളർ ഉണ്ട്. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. ആരാണ്? മനസ്സിലായെന്നാ? ഇന്ന് നാണം കുറഞ്ഞു പോയി. അതെനിക്ക് മനസ്സിലാവാതിരുന്നേ. ഞാൻ ആരെന്ന് മനസ്സിലായ നാണത്തോടെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി. ശാന്തതയോടെ സംസാരിച്ചെന്നുള്ളൂ. നാണം തോന്നിയില്ല സംസാരിച്ചപ്പോ. ഇതാണ് കൊറേ നാളെ സംസാരിച്ചപ്പോ ഇപ്പൊ പരിചയമൊക്കെ മാറി. ഇല്ല, പരിചയമൊക്കെ വന്നു. നാടൊക്കെ പോയി, ടെൻഷനൊക്കെ പോയി. ഇല്ല പറഞ്ഞപ്പോ കത്തൊക്കെ ഓതിട്ട് എവിടം വരെയായി ഹിറ? ബബിതാവ് ഓതി തീർന്നോ? ബബിതാവ് ഓതി തീർന്നോ? തീർന്നോ? ബബിതാവ് രണ്ടാമത്തെ കത്തും തുടങ്ങി വന്നിട്ട് ഇല്ല, തുടങ്ങിയിട്ടില്ല. എങ്ങനെ ഉമ്മ അടുത്തിരിപ്പുണ്ടോ? ഇന്ന് ഒരു സാധാ ക്വസ്റ്റ്യൻ അതിന്റെ ബദർ ബേസിക് ക്വസ്റ്റ്യൻ ആട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഹിറ? ക്വസ്റ്റ്യൻ ഇതാണ്: യാക്കൂബ് നബിയുടെ ഉപ്പാടെ പേരെന്താണ്?
യാക്കോബ് നബിന്റെ ഉപ്പാന്റെ പേരെന്താ? അതെ അതെ ഓപ്ഷൻ ഓപ്ഷൻസ് ഓക്കെ ഓപ്ഷൻസ് ഞാൻ തരാം. യൂനുസ് നബി ആണോ, ഇസ്ഹാഖ് നബി ആണോ, ഇബ്രാഹിം നബി ആണോ? ഇസാഖ് നബി. കറക്റ്റ് ആൻസർ ആണ്. ഈ സെക്കൻഡ് ചോദ്യം ചോദിക്കട്ടെ. ബദർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ആ അള്ളാഹു ബദർ യുദ്ധത്തിന്റെ തലേന്ന് എന്താണ് ചെയ്തത്? ഓപ്ഷൻസ് ഉണ്ട്. 1 മഴ പെയ്യിച്ചു, 2 ഇടിമിന്നൽ, 3 കൊടുങ്കാറ്റ്. മനസ്സിലായില്ലെന്നോട് പറയാ. ആ ബദർ യുദ്ധത്തിന്റെ തലേന്ന് തലേ ദിവസം ബദറുദ്ദത്തിന്റെ അള്ളാഹു എന്താണ് ചെയ്തത്? ഓപ്ഷൻസ് ഉണ്ട്. എ മഴ പെയ്യിച്ചു, ബി ഇടിമിന്നൽ ഉണ്ടായിരുന്നു, സി കൊടുങ്കാറ്റ് വരുത്തി. അതായത് ഈ കുരിശികളെ ബദർ തോപ്പിക്കാനായിട്ട് യുദ്ധത്തിന്റെ തലേന്ന് അള്ള എന്താ ചെയ്തത്? ഇടിമിന്നല് വീഴ്ച, മഴ പെയ്ത്, എന്താണ് കൊടുങ്കാറ്റ് വരുത്തി. ആ കൊടുങ്കാറ്റുണ്ടായി. ഏതാണുമ്മ ബബിതമ്മ? നാട്ടിൽ എന്താ നടക്കണേ? വേഗം പറഞ്ഞു ആൻസർ. ബബിതമ്മ എന്ത് പറ്റി സ്ലോ ആയിട്ട്? സംഭവം എന്താണ്? ക്ലൂ ഉണ്ടാ? എന്തെങ്കിലും ക്ലൂ? ക്ലൂ ഓപ്ഷൻസ് ആവുന്നില്ലേ? നാട്ടിലേക്ക് എന്താ നടക്കണേ? നമ്മുടെ നാട്, നാട് കേരളം നമ്മുടെ നാട്. മഴ. കറക്റ്റ് ആണ്. ആ മഴയാണ് അള്ളാഹു പെയ്യിപ്പിച്ചത് കേട്ടോ. കറക്റ്റ് ആണ്. മഴയാണ് അള്ളാഹു പെയ്യിപ്പിച്ചത്. ഓ ഹിറ ചിരിച്ചു കണ്ടു, ഞങ്ങൾ ഞെട്ടി, ഞങ്ങൾ സന്തോഷായി. ഉത്തരം പറഞ്ഞതിൽ ഹിറ ചിരിച്ചല്ലോ. ഹിറ, ഗാസയിലെ ആൾക്കാർ പാലസ്തീനൊക്കെ ആയിട്ട് ദുവ ചെയ്തിരുന്നോ? ആ ദുആ ചെയ്യണം കേട്ടോ. Okay. ഓർമ്മിച്ചെന്നുള്ളൂ. ഇനി തേർഡ് Third ക്വസ്റ്റ്യൻ. question. ഞങ്ങള് പ്രീവിയസ് കോളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യട്ടെ. ആ അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഒരു ബന്ധു ബദർ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. ആരാണ് ഈ ബന്ധു? ഹിറ ഞങ്ങളുടെ എല്ലാ എപ്പിസോഡും കാണുന്നില്ലേ ഹിറ? അതുകൊണ്ട് ഹിറ പറയൂ. ഞങ്ങള് ഒരു എപ്പിസോഡ് ആളെ കുറിച്ച് തന്നെ സംസാരിക്കായിരുന്നല്ലോ. അബ്ദുൽ ഉസ്സ എന്നാണ് പേര്. അബ്ദുൽ ഉസ്സ എന്ന് വേറെ പേര് സൂറത്തുൽ അബൂലഹബല്ലേ? അബു. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആണ്. ക്ലൂ ആവശ്യമായിരുന്നു അല്ലേ? നമുക്ക് ക്ലൂ കൊടുത്തു. നേരത്തെ കണ്ടിട്ടുണ്ട്. നേരത്തെ ഞങ്ങളുടെ എപ്പിസോഡ് കണ്ടായിരുന്നു, ഞങ്ങൾ ഈ കഥ പറഞ്ഞ എപ്പിസോഡ്. ഇങ്ങനെ ഞങ്ങളുടെ എപ്പിസോഡ് കണ്ട അഡ്വാൻറ്റേജ്. അങ്ങനെ 3 പറഞ്ഞു ഹിറ. ഹിറ 3 പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു. വെൽക്കം. ബബിതമ്മടുത്തൊക്കെ ഞങ്ങള് സലാം പറയും കേട്ടോ. ഹാഫ് ക്രെഡിറ്റ് ബബിതാമ്മയ്ക്കാണ്. ബബിതമ്മ വിളിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ വിളിക്കണ്ടേ? ബബിതാത്താണോ? വേറെന്താ വിളിക്കണ്ടേ? ബബിതാത്താണോ? ഇത്താണോ? ആ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോ? ശരി, ബബിതാത്താടിന് ഞങ്ങളുടെ സലാം പറയാം. സലാം പറയട്ടോ. എല്ലാവർക്കും ദുആ ചെയ്യുമ്പോ ഞങ്ങളെയും കൂടി ഓർക്കണം ദുആയില്. ആ ഓക്കെ. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അപ്പൊ നമ്മളിപ്പോ വിളിച്ച ഹിറയായിരുന്നു. ഇനി നമുക്കൊരു ഷോർട്ട് ബ്രേക്കിലേക്ക് പോവാം. നമുക്ക് 4 വിന്നേഴ്സ് ആയിട്ടാണ്. യെസ്, വിന്നേഴ്സ് ഇവരൊക്കെയാണ്. ഷീജ സഹീർ ഉണ്ട്, ഡോക്ടർ അൻഷാദ് ഉണ്ട്, ഫൈസൽ ആൻഡ് ഹിറ. യെസ്, ഇവര് 2 റൗണ്ടിൽ കിട്ടുക. ബോൺ വോയിജിന് അടിപൊളി ട്രാവൽ ബാഗ് ആണ്. SMS ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തോളൂ പോകുന്നതിന് മുമ്പ് ബ്രേക്കിന്. ധിക്കാരിയായ ഫിറഔന്റെ ശവശരീരം ലോകത്തിന് ഒരു ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണെന്നാണ്? ക്ലൂ തന്നിരുന്നു. ഒരു നബിയുടെ പേരാണ് സൂറ. 8 PM വരെ ടൈം ഉണ്ടായിരിക്കാം. 3939 എന്ന നമ്പറിലേക്ക്. We'll go for a short break.